സാമ്പത്തിക മേഖലയിൽ അവരവർക്ക് ഇഷ്ടമുള്ളത് പ്രവർത്തിക്കാനും ചെയ്യാനുമൊക്കെ സ്വാതന്ത്ര്യമുള്ള ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. പക്ഷേ ഒരു വിശ്വാസി, ആ വിശ്വാസിക്ക് അവൻ പാലിക്കേണ്ടുന്ന അച്ചടക്കമുണ്ട് സാമ്പത്തിക മേഖലയിൽ. അതുകൊണ്ട് തന്നെ വിശ്വാസികളെ എന്ന് വിളിച്ചുകൊണ്ടാണ് ഇവിടെ അള്ളാഹു പറഞ്ഞിട്ടുള്ളത്, വിശ്വാസികളെ നിങ്ങൾ ഇത് ഒഴിവാക്കണം എന്ന്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട മുസ്ലിം സഹോദരങ്ങൾ, വിശ്വാസികൾ പലിശയുമായി ബന്ധപ്പെടുന്ന കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുവാൻ പരമാവധി നാം പരിശ്രമിക്കണമെന്നാണ് എന്നോടെന്ന പോലെ എൻ്റെ പ്രിയപ്പെട്ട മുഴുവൻ ശ്രോതാക്കളോടും എനിക്ക് ഉണർത്തുവാനുള്ളത്. സഹോദരങ്ങളെ, ഈ ഗൗരവങ്ങളൊക്കെ നമ്മളെല്ലാവരും മനസ്സിലാക്കിയവരാണ്. ഇതറിയാത്തവരല്ല, ഇതൊരു പുതുമയുള്ള വിജ്ഞാനവുമല്ല. എന്നാൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്, നമുക്ക് അനിവാര്യമായ ചില സാഹചര്യങ്ങൾ കാരണത്താൽ ഇന്ന് പലിശയിൽ അധിഷ്ഠിതമായ സാമ്പത്തിക സ്ഥാപനങ്ങളുമായി, ബാങ്കുകളുമായി നമുക്ക് ബന്ധപ്പെടേണ്ടി വരുന്ന നിർബന്ധിതമായ സാഹചര്യങ്ങളാണുള്ളത്. ബാങ്കുകളുമായി ബന്ധപ്പെടാതെ ഇന്ന് നമുക്കിവിടെ ജീവിക്കുവാൻ കഴിയാത്തത്ര നിർബന്ധിതമായ ഒട്ടേറെ സാഹചര്യങ്ങൾ നമുക്ക് മുമ്പിലുണ്ട് എന്നുള്ളത് ഒരു വിശദീകരണത്തിന് മുതിരേണ്ടതില്ലാത്ത വിധം എല്ലാവർക്കും സുവ്യക്തമായ യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ പല കാര്യങ്ങൾക്ക് ബാങ്കുകളെ സമീപിക്കേണ്ടി വരുന്നു. അങ്ങനെ സമീപിക്കേണ്ടി വരുന്ന ഘട്ടങ്ങളിൽ അനിവാര്യമല്ലാതെ ബാങ്കുകളെ സമീപിക്കുന്നതിൻ്റെ ഗൗരവം നമ്മൾ അറിഞ്ഞിരിക്കണം. ബാങ്കുകളിൽ നിന്ന് അത്യാവശ്യങ്ങൾക്ക് പോലുമല്ലാതെ അനാവശ്യങ്ങൾക്കും ധൂർത്തിനും ആഡംബരങ്ങൾക്കും വേണ്ടി ലോൺ എടുക്കുന്ന ആളുകളുണ്ട്. പലിശക്ക് വേണ്ടി പലിശക്ക് ലോൺ എടുക്കുന്ന ആളുകൾ. അതുപോലെ തന്നെ ബാങ്കിൽ പണം നിക്ഷേപിക്കുന്ന ആളുകളുണ്ട്. അതിൽ നിന്ന് പലിശ തനിക്ക് ലഭിക്കുവാൻ വേണ്ടി അത് ഉപയോഗിക്കാമല്ലോ എന്ന ഏറ്റവും വലിയ ദുരുദ്ദേശം കണക്കിലെടുത്തുകൊണ്ട്. അതുപോലെ തന്നെ ആഭരണങ്ങൾ പണയം വെച്ച് അതിൽ നിന്ന് പലിശ വാങ്ങുന്ന ആളുകളുണ്ട്. പലിശക്ക് പണമെടുക്കുന്ന ആളുകളുണ്ട്. ഇങ്ങനെ വ്യത്യസ്തങ്ങളായ രീതിയിൽ അനിവാര്യമായതല്ലാത്ത കാര്യങ്ങൾക്ക് വേണ്ടി പോലും നിർബാധം പലിശയുടെ മേഖലയിൽ ബന്ധപ്പെടുകയും പലിശക്ക് പണം കടം കൊടുക്കുകയും വട്ടിപ്പലിശ നടത്തുകയും പാവങ്ങളുടെ പ്രയാസങ്ങളെ ചൂഷണം അവരെ ചൂഷണം ചെയ്തുകൊണ്ട് അവർക്ക് കടം കൊടുക്കുന്നുവെങ്കിൽ നിനക്ക് ഞാൻ ദിവസത്തിന് ഇത്ര തരാം, രാത്രി നീ തിരിച്ചു തരുമ്പോൾ എനിക്ക് ഇത്ര തരണം എന്ന് പറഞ്ഞുകൊണ്ടുമൊക്കെ നിർബന്ധമായും അങ്ങനെ പാവങ്ങളുടെ രക്തമൂറ്റി കുടിക്കുന്ന ഒരുപാട് രക്തരക്ഷസ്സുകളുണ്ട് മനുഷ്യ സമൂഹത്തിൽ. സഹോദരങ്ങളെ, അവരുടെ കാര്യം വളരെ ഗൗരവം തന്നെയാണ്. നമ്മളെല്ലാവരും അത് മനസ്സിലാക്കുക. അതേ അവസരത്തിൽ നാം അനിവാര്യമായ ചില കാരണങ്ങളാൽ ബാങ്കുകളുമായി ബന്ധപ്പെട്ട് അതിൽ പണം നിക്ഷേപിക്കേണ്ടി വരുന്നു. അങ്ങനെ പണം നിക്ഷേപിക്കാതെ നമ്മുടെ വീടുകളിൽ നമ്മുടെ ഉള്ള സമ്പത്ത് വെച്ച് കഴിഞ്ഞാൽ കള്ളന്മാർ കട്ടുകൊണ്ടു പോകുന്നതും അതുപോലെ തന്നെ അവയുടെ സുരക്ഷിതത്വമില്ലായ്മയും ഒക്കെ കാരണത്താൽ, പല വിധത്തിലുള്ള നിയമങ്ങൾ കാരണത്താൽ നമ്മളൊക്കെ നിർബന്ധിതരാണ് ബാങ്കുകളിൽ ഡെപ്പോസിറ്റ് ചെയ്യുവാൻ. അത്തരം ഘട്ടങ്ങളിൽ അതിൽ നിന്നുണ്ടാകുന്ന, അതിൽ തന്നെ പലിശ വരാത്ത വിധത്തിലുള്ള അക്കൗണ്ടുകൾ നമുക്ക് സ്വീകരിക്കാൻ പറ്റാവുന്നവയും പറ്റാത്തവയും ഒക്കെ ഉണ്ട് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ആ വിധത്തിൽ നമുക്ക് പലിശ വരുന്ന അക്കൗണ്ടുകൾ തന്നെയാണെങ്കിൽ ഒരു വിശ്വാസി എന്ത് ചെയ്യണം? ഇന്ന് സാധാരണ ആളുകൾ നിരന്തരമായി ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചോദ്യമായതുകൊണ്ടാണ് ഈ ഒരവസ്ഥയിൽ ഇക്കാര്യം എൻ്റെ പ്രിയപ്പെട്ട ശ്രോതാക്കളോട് എന്നോടെന്ന പോലെ ഉണർത്തേണ്ടി വരുന്നത്. അത്തരം ഘട്ടങ്ങളിൽ നമ്മുടെ അക്കൗണ്ടുകളിലുള്ള ആ പലിശ നാം എന്ത് ചെയ്യണം? അത് നമുക്ക് ഉപയോഗിക്കാൻ പാടുണ്ടോ? ചില ആളുകളെങ്കിലും പലപ്പോഴും പറയാറുണ്ട്, അത് നമുക്ക് ബാങ്കിലേക്ക് നമ്മൾ അങ്ങോട്ട് കൊടുക്കുവാനുള്ള, ബാങ്ക് നമ്മോട് ആവശ്യപ്പെടുന്ന സർവീസ് ചാർജുകൾക്ക് വേണ്ടി, അതല്ലെങ്കിൽ ഗവൺമെന്റിലേക്ക് കൊടുക്കുവാനുള്ള വിവിധ ടാക്സുകളുടെ അടക്കുവാൻ വേണ്ടി, അതുപോലെ ഇൻഷുറൻസ് പദ്ധതികളിലേക്ക് വേണ്ടി, അതല്ലെങ്കിൽ മറ്റേതെങ്കിലും വിധത്തിൽ നമുക്ക് സർക്കാരോ മറ്റു ആളുകളോ ചുമത്തുന്ന ഫൈനുകൾ അടക്കാൻ വേണ്ടി ഒക്കെ വേണമെങ്കിൽ നമുക്കിത് ഉപയോഗപ്പെടുത്താം. ഇത് അങ്ങനത്തെ ഒരു പൈസല്ലേ, അപ്പം അങ്ങനെ ഉപയോഗപ്പെടുത്താമെന്നൊരിക്കലും പാടില്ല. സഹോദരങ്ങളെ, അതൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നതിന് തുല്യമാണത്. കാരണം അതൊക്കെ അടക്കേണ്ടി വരുന്നത് നമ്മുടെ പണത്തിൽ നിന്നാണ്, നമ്മുടെ ബാധ്യതയിൽ നിന്നാണ്. അതിനൊക്കെ പകരം ഇതെടുത്ത് അടക്കുക എന്ന് വരുമ്പോൾ നമ്മൾ ആ പലിശയുടെ പണം നമ്മൾ സ്വന്തം ഉപയോഗിച്ചതുപോലെയാകും. എങ്കിൽ പിന്നെ എന്താണ് മാർഗം സഹോദരങ്ങളെ? അതിനും നമുക്ക് നിവൃത്തിയില്ല. പിന്നെ ആകെയുള്ള മാർഗം എന്താണ്? നമുക്കുള്ള മാർഗം
അത് സ്വീകരിച്ച് നാം ഏതെങ്കിലും പാവപ്പെട്ട ആളുകൾക്ക് കൊടുത്തുകൊണ്ട് നമ്മളുടെ ബാധ്യതയിൽ നിന്ന് നമ്മൾ ഒഴിവാവുക. അതായത് എൻ്റെ കയ്യിൽ, എൻ്റെ അക്കൗണ്ടിൽ എനിക്കുപയോഗിക്കൽ നിഷിദ്ധമായ ധനം വന്നു ചേരുന്നു, അതെൻ്റേതല്ല എങ്കിൽ ഞാൻ ആ പണം വിഡ്രോ ചെയ്ത് വെള്ളത്തിലെറിയാനോ നശിപ്പിക്കാനോ കത്തിച്ചു കളയാനോ എനിക്ക് പാടില്ലല്ലോ. പിന്നെ ഞാൻ എന്ത് ചെയ്യണം? അത് ഉപയോഗപ്പെടുത്തേണ്ടത് എപ്രകാരമാണ്? പാവങ്ങളായ ആളുകൾക്ക് നൽകുക. പാവപ്പെട്ടവരായ ആളുകളുടെ ചികിത്സ അല്ലെങ്കിൽ അവരുടെ പൊതുകാര്യങ്ങൾ അവക്കൊക്കെ വേണ്ടി നൽകാം. അത് പറയുമ്പോഴും നമ്മൾ ചിന്തിക്കണം, പലിശയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പലിശ വാങ്ങി പലിശക്ക് പണമെടുത്ത് ലോണെടുത്ത് കഷ്ടപ്പെട്ട ഒരുപാട് ആളുകളുണ്ടാകും. അവർക്ക് ആ ബാങ്കുകളിലുള്ള അവരുടെ ഇടപാടുകൾ അതല്ലെങ്കിൽ ബാധ്യതകൾ തീർക്കുവാൻ ഇത് ഉപയോഗപ്പെടുത്തിക്കൂടെ എന്ന് ചോദിക്കാറുണ്ട്. ഉപയോഗപ്പെടുത്താം, പക്ഷേ അതൊരു വഴിയായി മറ്റുള്ളവർ കാണരുത്. ഇങ്ങനെ ഞാൻ ബാങ്കിന് ലോൺ എടുത്താലും ഒരുപാട് ആളുകൾ സാമ്പത്തിക ശേഷിയുള്ളവരുടെ അക്കൗണ്ടുകളിൽ വന്ന പലിശകൾ എടുത്തുകൊണ്ട് അവരെന്നെ സഹായിച്ചോളും എന്ന ഒരു തോന്നൽ ഏതെങ്കിലും ഒരു വ്യക്തിയുടെ മനസ്സിൽ അവനൊരു പ്രോത്സാഹനമായി വരുന്ന നിലക്ക് ആ വിധത്തിൽ ഒരിക്കലും സഹായിക്കാൻ പാടില്ല. മാത്രമല്ല, അങ്ങനെ ഒരു ബാങ്കിൽ ജപ്തി നേരിടുന്ന ഒരു പാവപ്പെട്ട ഒരു മനുഷ്യനൊക്കെയാണെങ്കിൽ അയാളെക്കുറിച്ച് പോലും നമ്മൾ ശരിക്കും പഠനം നടത്തേണ്ടതുണ്ട്. ഏത് സാഹചര്യത്തിലാണ് അയാൾ ഇങ്ങനെ പണമെടുത്തത്? പലിശയുടെ ബാധ്യതയിൽ അദ്ദേഹം അകപ്പെട്ടത് എപ്രകാരമാണ്? നിർബന്ധിതമായ ഒരു സാഹചര്യത്തിൽ, വളരെയേറെ ഒരു ആസന്നമായ ഘട്ടത്തിൽ ആ സാധു കുടുങ്ങിപ്പോയ ഒരു ഘട്ടത്തിൽ എത്തിയതുകൊണ്ടാണ് അങ്ങനെ വന്നത് എന്നറിയുമ്പോൾ ആ വിധത്തിൽ സഹായിക്കാവുന്നതാണ് ഈ പണം കൊണ്ട് എന്നഭിപ്രായപ്പെടുന്നു പണ്ഡിതന്മാർ. എന്നാൽ അതൊക്കെ ഒരു ചൂഷണത്തിനുള്ളതോ അല്ലെങ്കിൽ പലിശക്ക് പണം ധാരാളം ഇങ്ങനെ ലോൺ എടുക്കാൻ വേണ്ടി പ്രോത്സാഹിപ്പിക്കപ്പെടുന്ന നിലക്കോ ഉള്ള ഒരു പദ്ധതിയായി മാറുന്ന പക്ഷം അതും നമ്മൾ നിർത്തിവെക്കേണ്ടി വരും. മറ്റൊന്നുള്ളത് പാവപ്പെട്ടവരായ ആളുകളെ സഹായിക്കുക എന്നുള്ളതാണ്. അവിടെയും താൻ ഭക്ഷിക്കുന്നതോ അല്ലെങ്കിൽ താൻ ചെലവിന് കൊടുക്കേണ്ട ബാധ്യതയുള്ള കുടുംബങ്ങളിലേക്കോ കൊടുക്കാൻ പാടില്ല. അത്തരം ആളുകളിലേക്കൊന്നും കൊടുക്കരുത്. തികച്ചും പുറത്തുള്ള ആളുകളിലേക്ക്, അത് തന്നെയും അറിയാതെ സ്വീകർത്താവ് സ്വീകരിക്കുന്ന വ്യക്തി, അത് വാങ്ങുന്ന വ്യക്തി, അയാൾ എന്നിൽ നിന്ന് അയാൾ വാങ്ങിയെന്ന് അയാൾക്ക് മനസ്സിലാവാത്ത നിലക്ക് ആളറിയാതെ കൊടുക്കാൻ കഴിയുമെങ്കിൽ അത് തന്നെയാണ് വേണ്ടത്. കാരണം എന്നിൽ നിന്ന് അയാൾ ഒരു ആനുകൂല്യം പറ്റിയെന്ന് അദ്ദേഹത്തിനോ അല്ലെങ്കിൽ ഞാൻ അദ്ദേഹത്തെ സഹായിച്ചു എന്ന് എനിക്കോ തോന്നൽ വരേണ്ട ഒരു വിഷയമേ അല്ല ഇത്. കാരണം ഇത് സ്വതക്കയല്ല. ഈ സ്വതക്ക കൊണ്ട് എനിക്ക് പുണ്യവും കിട്ടുകയില്ല. കാരണം ഈ മുതൽ എനിക്ക് വന്ന വഴി നിഷിദ്ധമാണ്. ഇന്നല്ലാഹ ത്വയ്യിബുൻ ലാ യഖ്ബലു ഇല്ലാ ത്വയ്യിബാ. നിശ്ചയമായും അല്ലാഹു സുബ്ഹാനഹു വ തആല വിശിഷ്ടനാണ്, ഏറ്റവും നല്ലവനാണ്, പരിശുദ്ധനാണ്. പരിശുദ്ധമായതല്ലാതെ അവൻ സ്വീകരിക്കുകയില്ല. അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് എനിക്ക് വിശുദ്ധമായ മുതലല്ല. വിശുദ്ധമായ മുതൽ ധർമ്മം ചെയ്താലേ എനിക്ക് പരലോക പുണ്യം ലഭിക്കുവാൻ അർഹതയും യോഗ്യതയും ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ഒരു സ്വതക്കയുടെ നിയത്തിലല്ല ഇത് കൊടുക്കേണ്ടത്. ഞാനൊരു പുണ്യകർമ്മം ചെയ്തു എന്ന് ഞാൻ വിചാരിക്കാനും എനിക്ക് നിവൃത്തിയില്ല. മറിച്ച് എനിക്കർഹതപ്പെടാത്തത് എൻ്റെ ധനത്തിൽ വന്നു ചേർന്നിരിക്കുന്നു, അതെനിക്കെടുത്ത് ഒഴിവാക്കണം. അത് ഒഴിവാക്കുന്നു എന്ന ഉദ്ദേശത്തോടുകൂടി എനിക്ക് ഹറാമായത് ഞാൻ തിന്നിട്ടില്ല റബ്ബേ, ഞാനത് ഉപയോഗിച്ചിട്ടില്ല അല്ലാഹുവേ, ഞാൻ ആ നിയത്തോടെ ബാങ്കിൽ പണം നിക്ഷേപിച്ചിട്ടില്ല, എൻ്റെ സാഹചര്യം നീ അറിയുന്നവനാണല്ലോ അല്ലാഹുവേ, ഞാനത് സ്വീകരിച്ചിട്ടില്ല, ഞാൻ ഭക്ഷിച്ചിട്ടില്ല, എൻ്റെ ബന്ധപ്പെട്ട ഒരാൾക്കും ഞാൻ ചെലവിന് കൊടുക്കുകയോ സഹായിക്കുകയോ ചെയ്യേണ്ട ബാധ്യതയുള്ള ഒരാളിലേക്കും ഞാനത് നൽകിയിട്ടില്ല അല്ലാ എന്നെനിക്കെൻ്റെ നാഥൻ്റെ മുമ്പിൽ, റഹ്മാനായ റബ്ബിൻ്റെ കോടതിയിൽ അവൻ്റെ മുമ്പിൽ എനിക്ക് ആശ്വസിക്കാമല്ലോ എന്ന ഒരു നിയത്തോടുകൂടെ മാത്രമേ ഇത് നമുക്ക് മറ്റുള്ളവർക്ക് നൽകാൻ സാധിക്കുകയുള്ളൂ. അത് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അറിയാത്ത നിലക്ക് കൊടുക്കാൻ പറ്റുമെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. ഇനി സഹോദരന്മാരെ, മറ്റൊന്നുള്ളത് എന്താണ്? നാം അറിഞ്ഞിരിക്കേണ്ട വേറൊരു കാര്യം, പൊതുവായ കാര്യങ്ങൾക്ക് വേണ്ടി ഇത് ഉപയോഗപ്പെടുത്തിക്കൂടെ? ഈ ഫണ്ട് ഉപയോഗപ്പെടുത്താം. പൊതുവായിട്ട് റോഡ് വെട്ടാം,
പബ്ലിക്കായി ജനങ്ങൾക്ക് ഉപയോഗിക്കുവാനുള്ള ഏത് പ്രവർത്തനങ്ങളിലേക്കും വിനിയോഗിക്കാം. പബ്ലിക് റോഡുകൾ, അതുപോലെ തന്നെ ഇരുട്ട് നിറഞ്ഞ പ്രദേശങ്ങളാണ്, അവിടെ സ്ട്രീറ്റ് ലൈറ്റുകൾ സ്ഥാപിക്കാൻ. ഇനി അതല്ലെങ്കിൽ ആളുകൾക്ക് കുടിവെള്ളത്തിന് ക്ഷാമമുള്ള പ്രദേശമാണ്, അവിടെ പൊതു കിണറുകൾ സ്ഥാപിക്കാൻ, ആളുകൾക്ക് വിശ്രമിക്കാനിരിക്കുന്ന അത്തരത്തിലുള്ള പ്രത്യേകമായ സ്ഥലങ്ങൾ സ്ഥാപിക്കുവാൻ. ഇതൊക്കെ പൊതു ആവശ്യങ്ങളാണ്. അത്തരം ആവശ്യങ്ങളിലേക്ക് ഇത് വിനിയോഗിക്കാം എന്നാണ് പണ്ഡിതന്മാർ ഫത്വകളായി നൽകിയിട്ടുള്ളത്. അവിടെയും നമ്മൾ ചിന്തിക്കണം, അവിടെയും നമ്മൾ ആലോചിക്കണം. ആ പൊതുവായിട്ട് ഞാനിത് ഉപയോഗപ്പെടുത്തുമ്പോൾ ആ പൊതു എന്ന് പറയുന്ന ആ ഉപയോഗത്തിൽ ഞാനും കൂടി ഉപയോഗിക്കുന്നവയാണെങ്കിൽ അതിലേക്കും നൽകാൻ പാടില്ല. ഉദാഹരണം, എൻ്റെ വീട്ടിലേക്ക് വരുന്ന കൂടി റോഡാണ് ആ പബ്ലിക് റോഡെങ്കിൽ, അഥവാ എൻ്റെ വീട്ടിലേക്ക് വരുന്ന വഴിയാണ്, എനിക്കും കൂടി ആ വഴിയാണ് ഉപയോഗപ്പെടുത്തേണ്ടതെങ്കിൽ ആ വഴി മറ്റുള്ള വീടുകളും അവിടെയുണ്ട്, 4-5 വീടുകളുണ്ട്, പക്ഷേ എൻ്റെ വീട് അവിടെ 6ാമത്തെ വീടാണ്, എനിക്കും ആ വഴി തന്നെയാണ് ഉപയോഗപ്പെടുത്തേണ്ടത് എന്ന് വരുമ്പോൾ ആ റോഡിനത് നൽകിയിട്ട് കാര്യമില്ല, അത് പറ്റില്ല. കാരണം അപ്പം ഞാനും കൂടി അതിൻ്റെ ആനുകൂല്യം ഉപയോഗപ്പെടുത്തുകയാണ്. ഞാനും കൂടി കുടിക്കുന്ന പൊതു കിണറാണെങ്കിൽ അവിടേക്കും പറ്റില്ല. ഞാനും കൂടെ ഉപയോഗപ്പെടുത്തുന്ന ആ വിധത്തിലുള്ള പബ്ലിക്കായ ഏത് കാര്യങ്ങളാണെങ്കിലും, പൊതു ടോയ്ലറ്റുകളോ അതുപോലെ തന്നെ ബാത്റൂമുകളോ അത്തരത്തിലുള്ള ഏത് സംവിധാനങ്ങളോ ആവട്ടെ, താൻ ഉപയോഗിക്കുന്ന, തനിക്ക് ഉപയോഗപ്പെടുത്തുന്ന ഒന്നിലേക്കുമല്ലാതെ തികച്ചും പുറത്തേക്കാണ് അത് നൽകേണ്ടത്. അവിടെയൊക്കെ സഹോദരങ്ങളെ, ഇങ്ങനെ ഇതൊക്കെ പാവങ്ങളായ ആളുകൾക്ക് കൊടുക്കാനുള്ള ഇത്തരത്തിലുള്ള ഒരു അവസരം എനിക്ക് കൈവന്നല്ലോ, അതുകൊണ്ട് തന്നെ ഇനി ബാങ്കുമായി എനിക്കിങ്ങനെ ബാങ്കിൽ ധാരാളം നിക്ഷേപിക്കാം, ഞാൻ ഉപയോഗപ്പെടുത്തിയില്ലെങ്കിലും അത് ഉപയോഗപ്പെടുത്തുന്ന ആളുകളുണ്ടല്ലോ എന്ന നിയത്തോടെ കൂടുതൽ ബാങ്കുകളിൽ നിക്ഷേപിക്കുകയും അതിങ്ങനെ യാതൊരു മനസ്സാക്ഷിക്കുത്തുമില്ലാതെ സ്വീകരിക്കുകയും അതിങ്ങനെ വലിയൊരു നല്ല കാര്യം ഞാൻ ചെയ്തു കൂട്ടുന്നു എന്ന നിലക്ക് ഒരുപാട് ആളുകൾക്ക് ഞാനിങ്ങനെ കൊടുത്ത് അവരെയൊക്കെ ഞാനിങ്ങനെ സഹായിക്കുന്നു എന്ന ഒരവസ്ഥ എൻ്റെ ചിന്തയിൽ ഇടം പിടിക്കുന്നുവെങ്കിൽ ഗുരുതരമാണ് കാര്യം എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം. അത്രത്തോളം ഗുരുതരമായ ഒരു കാര്യമാണ് സഹോദരങ്ങളെ ഈ പലിശയുമായി ബന്ധപ്പെട്ട വിഷയം. അതുകൊണ്ട് അത്തരത്തിലുള്ള ആ സംവിധാനങ്ങളും കാര്യങ്ങളുമൊക്കെ ഏതെല്ലാം വിധത്തിൽ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏതെല്ലാം വിധത്തിൽ അവൻ അതിൽ നിന്ന് ഒഴിവാകുവാൻ സാധ്യമാകുന്നുണ്ടോ അതിൽ നിന്നെല്ലാം അവൻ ഒഴിവാകണം. തനിക്കിതുകൊണ്ടൊരു പുണ്യം കിട്ടുമോ ഇല്ലേ? പരലോകത്ത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, സദഖയുടെ കൂലി കിട്ടില്ല, പക്ഷേ ഒരു വശം അവിടെയുമുണ്ട്. അതും നമ്മൾ മറക്കണ്ട, അതും ഒരാശ്വാസമാണ്. അതെന്താ? അവിടെയുള്ള ഏക ആശ്വാസം എൻ്റെ ധനത്തിൽ ഞാൻ ബാങ്കിൽ നിക്ഷേപിച്ചത്, ബാങ്കുമായി ബന്ധപ്പെട്ടത് എനിക്ക് പലിശ കിട്ടാനല്ല, അത് ഞാൻ തെളിയിക്കുകയാണ് ഇതിലൂടെ. 2, അങ്ങനെ എൻ്റെ മുതലിൽ എനിക്ക് ഹറാമായ, എനിക്ക് പറ്റാത്ത ബാത്തിലായ ധനം വന്ന് ചേർന്ന് കഴിഞ്ഞാൽ ആ ധനം ഞാൻ ഭക്ഷിച്ചാൽ, ഹറാമ് ഭക്ഷിച്ചാൽ, ഞാൻ അല്ലാഹുവിനോട് പ്രാർത്ഥിച്ചാൽ എനിക്ക് ഉത്തരം കിട്ടില്ല, എൻ്റെ റബ്ബിൻ്റെ അടുക്കൽ എനിക്ക് സ്വീകാര്യത ഉണ്ടാവുകയില്ല, ഈ വിധത്തിലുള്ള വലിയ വലിയ ശിക്ഷകൾക്കൊക്കെ ഞാൻ വിധേയനാകും എന്ന് ഗൗരവത്തോടെ ഞാൻ ഭയപ്പെടുന്നത് കൊണ്ടാണല്ലോ ആ മുതൽ എന്നിൽ നിന്ന് ഞാൻ എടുത്ത് ഒഴിവാക്കി ഞാൻ എൻ്റെ ബാധ്യത ഒഴിവാക്കുന്നത്. അതെന്തുകൊണ്ടാ? എൻ്റെ ഹൃദയത്തിലുള്ള തഖ്വയാണ് അതിന് കാരണം. എൻ്റെ റബ്ബിനെ കുറിച്ചുള്ള ഭയമാണ് അതിൻ്റെ കാരണം. എൻ്റെ റബ്ബിനെ കുറിച്ചുള്ള അവൻ്റെ വിധിവിലക്കുകളോടുള്ള സൂക്ഷ്മതയും എൻ്റേതായ പേടിയുമാണ് അതിൻ്റെ കാരണം. ആ ഒരു ഈമാനികമായ എൻ്റെ നിയ്യത്തിന് എനിക്ക് അല്ലാഹു പ്രതിഫലം തരും, തീർച്ചയാണ്. കാരണം ഇവിടെ ധാരാളം ആളുകൾ ബാങ്കിൽ നിന്ന് കിട്ടുന്ന ആ പലിശ യാതൊരു നിലക്കും ഈ ചിന്തകൾക്കൊന്നും വിധേയമാക്കാതെ ഇഷ്ടം പോലെ അത് അവരുടേതായ ധനത്തിലേക്ക് തന്നെ ചേർത്ത് അവരും ഉപയോഗിക്കുന്നു. മക്കൾക്ക് തിന്നാൻ കൊടുക്കുന്നു, വീട് നിർമ്മാണത്തിന് ഉപയോഗപ്പെടുത്തുന്നു, ഭക്ഷ്യധാന്യങ്ങൾ വാങ്ങുന്നു, വസ്ത്രം വാങ്ങുന്നു, എല്ലാ കാര്യങ്ങൾക്കും മറ്റു അവരുടെ ഹലാലായ ധനം പോലെ തന്നെ ഇതും ഉപയോഗപ്പെടുത്തുന്നു എന്നൊരവസ്ഥ ഇവിടെ നിലനിൽക്കെ അത് ഭയപ്പെട്ടുകൊണ്ട് റബ്ബേ എനിക്ക് നിവൃത്തിയില്ലാത്തത് കൊണ്ടാണ് ഞാൻ ഇപ്രകാരം ചെയ്യുന്നത് എന്ന് ഞാനും എൻ്റെ റബ്ബും മാത്രം അറിയാവുന്ന സ്വകാര്യമായ ഇടപാടിൽ സൂക്ഷ്മത പുലർത്തുന്നുവെങ്കിൽ നമുക്ക് റബ്ബിൻ്റെ അടുക്കൽ നിന്ന് പ്രതിഫലമുണ്ടാകും, തീർച്ചയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഏറെ സൂക്ഷ്മതയും ഏറെ ശ്രദ്ധയും ആവശ്യമുള്ളൊരു മേഖലയാണിത്. അതിനാൽ ധാരാളം ആളുകൾ ചോദിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ആ ചോദ്യത്തിന് തന്നെയും
അവരുടെ മനസ്സിൽ റബ്ബിനോടുള്ള ഒരു ഭയവും ആ ഒരു സൂക്ഷ്മതയും ഉള്ളതുകൊണ്ടാണല്ലോ അങ്ങനെ ചോദിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ അക്കൗണ്ടുകളിൽ വരുന്ന ഇത്തരത്തിലുള്ള ബാങ്ക് അക്കൗണ്ടുകളിൽ വരുന്ന പലിശകളെ നാം ഈ വിധത്തിലെ ഉപയോഗപ്പെടുത്താൻ നമുക്ക് നിവൃത്തിയുള്ളൂ. കാര്യങ്ങൾ കൂടുതലായി അറിയുന്നവനാണല്ലോ അള്ളാഹു നമ്മെ എല്ലാവരെയും എല്ലാവിധ അനർത്ഥങ്ങളിൽ നിന്നും വഴിവിട്ട സമ്പാദ്യങ്ങളിൽ നിന്നുമെല്ലാം കാത്തു രക്ഷിച്ചുകൊണ്ട് ഈമാനും തഖ്വയും സൂക്ഷ്മതയും ഒക്കെ നിലനിർത്തി പാവങ്ങളോട് കാരുണ്യ മനസ്ഥിതി നിലനിൽക്കുന്ന നല്ലവരിൽ, അവരെ ചൂഷണം ചെയ്യുന്ന മനസ്ഥിതി ഇല്ലാത്തവരിൽ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ തെറ്റുകുറ്റങ്ങൾ അള്ളാഹു പൊറുത്തു തരുമാറാകട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന് കാത്തുരക്ഷിക്കുമാറാകട്ടെ. ലോകത്ത് മുഴുവനും റഹ്മാനായ റബ്ബ് അവൻ്റെ പ്രത്യേകമായ കാരുണ്യം മുഖേന സമാധാനം ചൊരിയുമാറാകട്ടെ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.